തെക്കൻ ലബനനിൽ ഉടനീളം ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾക്കിടെ ഇസ്രായേലും ഹിസ്ബുല്ലയും വെടിനിർത്തൽ പുതുക്കാൻ സമ്മതിച്ചതായ റിപ്പോർട്ടുകൾ. ലബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇറാൻ രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിന്റെ തുടർച്ചയായ യുദ്ധ നടപടികൾ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഗായി പ്രതികരിച്ചു. ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരുന്ന അമേരിക്ക ഇറാൻ യോഗം മാറ്റിവെച്ചതായി ഇരു രാജ്യങ്ങളും അറിയിച്ചു. MCA നാസർ വിശദാംശങ്ങളുമായി. MCA, ഈ ജനീവയിൽ നടക്കാനിരുന്ന യോഗം മാറ്റിവെച്ചതിന് ഇസ്രായേലിന്റെ ഈ ഉടമ്പടി ലംഘനത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ടോ? ഒപ്പം തന്നെ ഇസ്രായേൽ ഇറാൻ അല്ലെങ്കിൽ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്ന ഈ അവസ്ഥയെ ഇപ്പോഴുള്ള ലബനനിലെ ആക്രമണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ആ സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായിയുടെ പ്രതികരണം വന്നു. തുടർന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഇതിലൊക്കെയും വ്യക്തമാക്കുന്നത് ഈ കരാർ എന്നത് ഒരു സമാധാനം പുലരാൻ വേണ്ടി ആഴ്ചകളുടെ കഠിനാധ്വാനത്തിലൂടെ രണ്ട് രാജ്യങ്ങളും കൈക്കൊണ്ടതാണ്. ആ ഒരു 14 ധാരണാപത്രം അട്ടിമറിക്കാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ ദക്ഷിണ ലബനാന് നേരെയുള്ള ആക്രമണം നടക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് ഇപ്പോൾ ഈ രാത്രി വരെ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 47 അത്ര വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് നബാത്തിയ ഉൾപ്പെടെയുള്ള ലബനാൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ അതിൽ നിന്ന് അമർച്ച ചെയ്യേണ്ട ഉത്തരവാദിത്വം അമേരിക്കക്കാണ്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനാണ്. കാരണം അദ്ദേഹമാണ് ഈ കരാറിന് മുൻകൈ എടുത്തിരിക്കുന്നത്. അത് അവർ നിർവഹിക്കുന്നില്ല എങ്കിൽ തങ്ങൾക്ക് തങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ട്. ആ രീതികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കക്ക് മാത്രമല്ല മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഇറാൻ നൽകിയെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇതേ തുടർന്നാണ് ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഇസ്രായേൽ നേതൃത്വവുമായി തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൽക്കാലം ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തൽ തുടരാനുള്ള തീരുമാനത്തിലെത്തിയെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ കരാർ സംരക്ഷിച്ച് നിലനിർത്തുകയും ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ചർച്ചകൾ നീളണമെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ ഈ കരാറിന്റെ ഭാഗമാക്കി തന്നെ നിലനിർത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് ബാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത്ര തിരക്കിട്ട ആശയവിനിമയം ഇസ്രായേൽ നേതൃത്വവുമായി തുടരുന്നത്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം. അതിനുവേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നൊരു മുന്നറിയിപ്പ് പ്രധാനമന്ത്രി നെതന്യാഹു നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവറും സ്മോട്രിക്കും ഇവർ നടത്തിയിരിക്കുന്ന പ്രസ്താവന വളരെ പ്രകോപനപരമായിരുന്നു. കാരണം ലബനാനെ ചുട്ടരിക്കണം എന്ന അർത്ഥത്തിലുള്ള ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഈ രണ്ട് തീവ്ര വലതുപക്ഷ മന്ത്രിമാരും നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് സംഘർഷം വലിയ തോതിൽ വിപുലമാകുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന ഒരു തീർപ്പിലേക്ക് ഇറാൻ എത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നടക്കേണ്ടിയിരുന്ന സാങ്കേതിക ചർച്ചയുടെ തുടക്കം അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനം അത് അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചു. തുടർന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവരും സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷേ ചർച്ച നടക്കും. പക്ഷെ അതിന് എന്ന് എന്ന ഒരു സമയക്രമം ഇപ്പോൾ പോലും തീരുമാനിച്ചിട്ടില്ല. ഇസ്രായേലിനെ കൊണ്ട് ആദ്യം ഈ ആക്രമണം പൂർണ്ണമായിട്ടും നിർത്തിവെപ്പിക്കുക, തുടർന്ന് മാത്രം ചർച്ചകളിലേക്ക് നീങ്ങിയാൽ മതി എന്നൊരു തീർപ്പിലേക്കാണ് ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുന്നത്. പക്ഷേ ഹോർമുസ് കടലിടുക്ക് അത് തുടർന്ന് കപ്പലുകൾക്ക് പോകാനുള്ള അനുമതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ 24ഓളം കപ്പലുകൾ കടന്നുപോയതായിട്ടാണ് ഇറാൻ നേതൃത്വം അറിയിക്കുന്നത്. പൂർണ്ണമായിട്ടും ആ കപ്പൽപാത ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ്. തങ്ങൾ അനുമതി നൽകുന്ന കപ്പലുകൾക്ക് മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ പോലും ഈ വെടിനിർത്തൽ ഉണ്ട് എന്നത് കരുതി ഒരു കപ്പലും തങ്ങളുടെ അനുമതി കൂടാതെ മുന്നോട്ട് പോകരുതെന്ന ഒരു കർശനമായിട്ടുള്ള മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഹോർമുസ് തുറന്നതിന്റെ ഗുണഫലം വിപണിയിലേക്കും മേഖലയിലെ രാജ്യങ്ങളിലേക്കും വന്നു തുടങ്ങണമെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു ബന്ധം രൂപപ്പെടേണ്ടതുണ്ട്. അതിനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ മുൻകൈയെടുത്തുകൊണ്ട് അമേരിക്ക ഇസ്രായേലുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടൊക്കെ തുടരുന്നത്. സൈഫുദ്ദീൻ, ശരി. MCA നാസറാണ് ദുബായിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. ലബനീസ് ജനതയുടെ ക്ഷേമത്തിനായി ഖത്തർ നൽകിയത് $544 ദശലക്ഷം സഹായം. ഒരു പതിറ്റാണ്ടിനിടെയാണ് ഇത്രയും സഹായം ഖത്തർ സൂദ് രാഷ്ട്രത്തിൽ എത്തിച്ചത്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പങ്കുവച്ചത്.
ലെബനാനിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച സഹായമാണ് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വിവിധ മേഖലകളിലേക്ക് കൂടി ഖത്തർ വ്യാപിപ്പിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശാക്തീകരിക്കുന്നതിൽ ഖത്തറിൽ നിന്നുള്ള സഹായം നിർണായകമായി. ഊർജ്ജ മേഖല, സായുധ സേനയുടെ നവീകരണം എന്നിവയ്ക്കായി 43.4 കോടി ഡോളർ ചെലവഴിച്ചു. ബെയ്റൂത്ത് തുറമുഖ സ്ഫോടനത്തിന് ശേഷമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 5 കോടി ഡോളറും കൈമാറി. ലെബനാൻ സായുധ സേനയ്ക്ക് 6 മാസത്തേക്ക് ഇന്ധനം ലഭ്യമാക്കുന്നതിനായി 3 കോടി ഡോളറിന്റെ പ്രത്യേക സഹായം നൽകി. ഇതുകൂടാതെ പാരീസ് കോൺഫറൻസിൽ പ്രഖ്യാപിച്ച മാനുഷിക സഹായ പദ്ധതികളുടെ ഭാഗമായി അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി 3 കോടി ഡോളറും അനുവദിച്ചു. ലെബനൻ സായുധ സേനയ്ക്ക് 6100 ടൺ ഇന്ധനവും കൈമാറി. ഖത്തറി എയർ ബ്രിഡ്ജ് വഴി 100 ടൺ മരുന്നുകളും ലെബനാനിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ലെബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്രസിഡന്റ് ജോസഫ് ഔനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ലെബനീസ് ജനതയ്ക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി രാജ്യത്തിന്റെ ഐക്യദാർഢ്യവും പിന്തുണയും അറിയിച്ചിരുന്നു. മീഡിയ 1 ദോഹ. സ്വിസ് വിദേശകാര്യമന്ത്രി ഇഗ്നാസിയോ കാസിസുമായി ചർച്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം അൽ ഥാനി. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. US-നും ഇറാനും ഇടയിലെ ധാരണാപത്രം, പശ്ചിമേഷ്യയിലെ സമാധാനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുവരും ആശയവിനിമയം നടത്തി. ധാരണാപത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ഇരു രാഷ്ട്ര നേതാക്കളും പിന്തുണ വാഗ്ദാനം ചെയ്തു. കുവൈറ്റ് എണ്ണ ഉൽപ്പാദനം പഴയ നിലയിലേക്ക് മടങ്ങുന്നു. ആഴ്ചകൾക്കുള്ളിൽ യുദ്ധത്തിന് മുൻപുള്ള ഉൽപ്പാദന നിലവാരം തിരിച്ചെത്തുമെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ CEO ഷെയ്ഖ് നവാഫ് അബ്സബാഹ് ബ്ലൂംബർഗിനോട് പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഉൽപ്പാദനം പ്രതിദിനം 2 ദശലക്ഷം ബാരൽ കവിയും. വരും ആഴ്ചകളിൽ 2.5 ദശലക്ഷം ബാരലിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധകാലത്ത് പ്രഖ്യാപിച്ച എല്ലാ ഫോഴ്സ് മജൂർ നോട്ടീസുകളും പിൻവലിച്ചതായും KPC അറിയിച്ചു. ഹോർമുസ് കടലെടുക്ക് വീണ്ടും തുറന്നതോടെയാണ് എണ്ണ കയറ്റുമതി ക്രമേണ പുനരാരംഭിച്ചത്. നല്ല മധുരമുള്ള മാമ്പഴം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഇന്ത്യക്കാർക്ക് സുലഭമായി കിട്ടുന്നതാണ് മാമ്പഴമെങ്കിൽ ഗൾഫിലെ പ്രവാസികൾക്ക് അത് അങ്ങനെയല്ല. മാമ്പഴം അവർക്ക് ഗൃഹാതുരതയുടെ മധുരവും ചവർപ്പും നിറഞ്ഞ അനുഭവം കൂടിയാണ്. ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്ന ദോഹയിലെ സൂഖ് വാക്കിഫിൽ നിന്ന് അബ്ബാസ് മുഹമ്മദിന്റെ റിപ്പോർട്ടിലേക്ക്. യെസ് അബ്ബാസ്, കേൾക്കാമോ? കേൾക്കാം. അബ്ബാസ്, സ്വാഭാവികമായും നാട്ടിൽ ഇല്ലാത്തതിൻ്റെ ഒരു ഏറ്റവും വലിയ പല ഗൃഹാതുരമായ ചിന്തകൾ പ്രവാസ ലോകത്ത് കടന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളൊന്ന് മാമ്പഴക്കാലമാകുമ്പോഴാണൊന്ന്, ചക്കക്കാലം വരുമ്പോഴാണ് രണ്ടാമത്തേത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ചക്കക്കാലമൊക്കെ ജസ്റ്റ് അങ്ങ് കഴിയുന്ന കാലമാണ്. പക്ഷേ അവിടെ എല്ലാ ഏരിയകളിലും ഈ രീതിയിൽ ഈ മാമ്പഴ സീസൺ കൂടിയാണ് അവിടെ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ. ഇപ്പോൾ അബ്ബാസ് എവിടെയാണ് നിൽക്കുന്നത്? എത്ര വലിയൊരു ആവേശം അവിടെ ആളുകൾക്കിടയിലുണ്ട്? സൈഫുദ്ദീൻ, ഇത് സൂക്ക് വാക്കിഫിലാണ് നമ്മളുള്ളത്. സൈഫുവിന് അറിയാലോ, സൂക്ക് വാക്കിഫ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു കൾച്ചറൽ സെലിബ്രേഷൻ്റെ ഒരു ഹബ്ബാണല്ലോ. ഇവിടെ മാമ്പഴ ഫെസ്റ്റിവൽ നടക്കുന്നു. സാധാരണ ഇവിടെ ഈത്തപ്പഴ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫെസ്റ്റിവൽ നടക്കാറുള്ള ഒരു വേദിയാണിത്. ഇവിടെയാണ് ഇപ്പോൾ മാമ്പഴ ഫെസ്റ്റിവൽ കൂടി നടക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള വെറൈറ്റി ഓഫ് മാംഗോസ് ഇവിടെ പ്രദർശനത്തിനുണ്ട്. ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ, അതുപോലെ ICC, IBPC, അതുപോലെ അങ്ങനെയുള്ള അപെക്സ് ബോഡിയുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു വലിയ മാമ്പഴ ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് കാണാവുന്ന പോലെ തന്നെ വളരെ വലിയ ഒരു ആൾക്കൂട്ടം, ഒരു ജനക്കൂട്ടം ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൈഫ് പറഞ്ഞപ്പോൾ തന്നെ ഇത് പ്രധാനമായിട്ടും മാങ്ങ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗൃഹാതുരമായ ആ ഒരു ഓർമ്മകളിലേക്കൂടെ ഒരു പിന്നടത്തം കൂടിയാണല്ലോ. ആ ഒരു അർത്ഥത്തിൽ ഇതിനെ ദോഹയിലെ പ്രവാസി സമൂഹം വരവേൽക്കുക തന്നെയാണ്. ഇവിടെ പ്രവാസികൾ മാത്രമല്ല കേട്ടോ, കാരണം ധാരാളം അറബികളുണ്ട്, അതുപോലെ പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. മാങ്ങ മാത്രമല്ല, അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ഷോക്കേസാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഇതൊരു പ്രധാനപ്പെട്ട സംഘാടകം കൂടിയായിട്ടുള്ള IBPCയുടെ നമ്മുടെ സാരഥിയായിട്ട് നമ്മുടെ താഹക്കൊക്കെ ചേരുന്നുണ്ട്. എന്താ താഹക്ക, ഭയങ്കര ഓവർവെല്ലിംഗ് റെസ്പോൺസ് ആണ് അല്ലേ? അതെ, ഇതൊരു മാമ്പഴക്കാലം, ഇന്ത്യൻ മാമ്പഴക്കാലമാണ് ഇത്. ഇന്നത്തെ ഈ മാംഗോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവലാണ്. നമ്മുടെ 3ാമത്തെ എഡിഷനാണിത്. IBPCയും എംബസി ഓഫ് ഇന്ത്യയും സൂക്ക് വാക്കിഫും സംയുക്തമായിട്ട് നടത്തുന്ന 3ാമത്തെ ആണ്. ഓരോ വർഷവും ഇതിൻ്റെ ലെവൽ കൂടി പോകുന്നതിൻ്റെ സന്തോഷമുണ്ട്. ജനങ്ങൾ അത്രത്തോളം ഇത് ഏറ്റെടുത്ത് സ്വീകരിക്കുന്നതാണ്. സാധാരണ വേനൽക്കാലത്ത് പൊതുവെ പുറത്തിറങ്ങാൻ ആൾക്കാർ മടിക്കുന്നത് മാമ്പഴക്കാലം ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ വരുമ്പോഴത്തേക്കും എല്ലാവരും ആൾക്കാരുടെ ഒരു ജനസാഗരം തന്നെയുണ്ട്. നമുക്ക് പലപ്പോഴും ഇവിടുത്തെ പ്രവേശന കവാടങ്ങൾ പലപ്പോഴും അടച്ചു വയ്ക്കേണ്ടി വരുന്നുണ്ട്, ആൾക്കാരുടെ എണ്ണം കൂടിയിട്ട് തന്നെ.
ഈ വർഷം മൂന്നാമത്തെയാണ്. എല്ലാ കൊല്ലത്തേക്കും വർധനവ് ഇക്കൊല്ലം ഉണ്ട്. നമുക്ക് ഏകദേശം 50ഓളം വെറൈറ്റി മാങ്ങയാണ് ഇവിടെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളത്. എല്ലാം ഇന്ത്യൻ മാംഗോസാണ്. അതിൽ ഒരേ സമയം എപ്പോഴും 35-40 വെറൈറ്റി ഉണ്ടാവും. കാര്യം ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് ചിലത് സ്റ്റോക്ക് ഔട്ട് ആവുകയൊക്കെ ചെയ്തത്. എന്നാലും 35-40 വെറൈറ്റി ഉണ്ടാവും. ഇന്ത്യയിൽ തന്നെ നമുക്കുള്ളത് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും വിവിധ സീസണാണ് മാംഗോയ്ക്ക്. ഏകദേശം ദക്ഷിണേന്ത്യയിലെ സീസൺ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ മാംഗോസും കൂടുതലുണ്ട്. ഇത്തവണ വന്നതിൽ ആൾക്കാരിൽ ഒരുപാട് അട്രാക്ട് ചെയ്തിരിക്കുന്ന ദസേരി എന്ന് പറയുന്ന ഇത്, പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ള അൽഫോൺസോ, മൽഗോവോ തുടങ്ങിയ മാമ്പഴങ്ങൾ. അതുകൂടെ IBPC സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു പരിപാടി തന്നെയാണിത്. കാരണം ഇതിൻ്റെ ഒരു ആളുകളുടെ റെസ്പോൺസാണ് ഇതിൽ ഭയങ്കരമായിട്ടുള്ളത്. കാരണം നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നിറയെ ആളുകളാണ്. അത് ഇന്ത്യക്കാർ മാത്രമല്ല എന്നുള്ള സന്തോഷം. നമ്മുടെ കൂടെ കുറച്ച് വിദേശികൾ ചേരുന്നുണ്ട്. ഹലോ സർ, ഹൗ യു? How is the festival here? Good. Yeah, good. Yeah, very You're from? Lebanon. Lebanon എന്ന ആളുകളാണ്. മാം, Lebanon. Lebanon. It's very How is the nice. festival? I like It's it a too lot of much. festival here is but Mango Fest is very different. It's very nice. I like it too much. Yeah. Thank you. ഓക്കെ, ഏതായാലും വേറൊരു സംഘാടനം കൂടി നമ്മുടെ കൂടെ ചേരുന്നു. അങ്ങനെ നൗഫലെ ഗംഭീരമാണല്ലോ അല്ലേ? അടിപൊളിയാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അടിപൊളി. കാരണം നമുക്ക് നാട്ടിൽ ഈ ഗൾഫിലാവുകൊണ്ട് മാമ്പഴം നമുക്ക് മിസ്സാകുന്നുണ്ട്. ആ മിസ് ഇവിടെ തീർക്കുന്നു. കാരണം ഇവിടെ പറഞ്ഞ പോലെ ഏകദേശം 50-ലധികം വെറൈറ്റി മാംഗോസ്, അതുപോലത്തെ മാംഗോൻ്റെ പല ഐറ്റംസ് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. മാംഗോ കൊണ്ട് പല ഐറ്റംസ്, മാംഗോ ബിരിയാണി അടക്കമുണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു ഇതാണ്. ഏതായാലും ദോഹയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു ഡേറ്റ് ഫെസ്റ്റിവൽ ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ ഇവൻ്റാണ്, ഒരു ഭക്ഷ്യ ഫെസ്റ്റിവലാണ്. അതുപോലെ തന്നെ അതോടുകൂടെ കിടപിടിക്കുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് നിലവിൽ നമ്മുടെ സ്വന്തം ഇന്ത്യൻ മാംഗോയുടെ ഫെസ്റ്റിവൽ കൂടി ആയി മാറുന്നു എന്നുള്ളത്. നമ്മൾക്ക് നേരത്തെ സംസാരിച്ച പോലെ തന്നെ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള, അതുപോലെ GCC നിന്നുള്ള മലയാളികളായിട്ടുള്ള ഇന്ത്യക്കാരായിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ മലയാളികളായിട്ടുള്ള ചില ആളുകൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഫെസ്റ്റിവൽ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, രസമുണ്ട്. അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നാട്ടിലെവിടുന്ന് വരുന്നത്? കോഴിക്കോട്. അല്ലേ? എങ്ങനെയുണ്ട്? നല്ലതാ, ഗുഡ്. എല്ലാം അബ്ബാസ് മുഹമ്മദാണ് ദോഹയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ദോഹയിലെ സൂഖ് വാക്കിഫിലാണ് മാംഗോ ഫെസ്റ്റിവൽ, ഇന്ത്യയിൽ നിന്നുള്ള മാങ്ങകളുടെ വിപണന മേള നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയ അബ്ബാസ്. മറ്റു വാർത്തകളിലേക്ക്. ഗൾഫ് സംഘർഷകാലത്ത് UAE-യിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാം. യുദ്ധസമയത്ത് വിസ കാലാവധി പിന്നിട്ടവർക്ക് ജൂലൈ 9 വരെയാണ് ഫൈൻ അടക്കാതെ നാട്ടിലേക്ക് മടങ്ങാൻ ഇളവ് പ്രഖ്യാപിച്ചത്. പിഴയടക്കാതെ പുതിയ വിസയിലേക്ക് മാറാനും ഇക്കാലയളവിൽ സാധിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി അറിയിച്ചു. സംഘർഷത്തെ തുടർന്ന് വിമാന സർവീസുകൾ അവതാളത്തിലായതിനാൽ നിരവധി പേർ UAE-യിൽ കുടുങ്ങിയിരുന്നു. ഇവർക്ക് വലിയ ആശ്വാസമാകും ഈ ആനുകൂല്യം. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 4-ൽ നിന്ന് കൂടുതൽ വിദേശ വിമാന സർവീസുകൾ ആരംഭിക്കുന്നു. ഞായറാഴ്ച മുതൽ ഖത്തർ എയർവേസും, ചൊവ്വാഴ്ച മുതൽ ഇത്തിഹാദും, വ്യാഴാഴ്ച മുതൽ തുർക്കി എയർലൈൻസും സർവീസ് തുടങ്ങും. കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ കൂടുതൽ വിമാനങ്ങൾ വരും ദിവസങ്ങളിൽ സർവീസ് പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് അപ്ഡേറ്റുകൾ പരിശോധിക്കണമെന്ന് യാത്രക്കാരോട് അധികൃതർ ആവശ്യപ്പെട്ടു. ജൂൺ 25 മുതൽ ഒമാനിൽ നിന്ന് കുവൈത്തിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഒമാൻ എയർ. രാജ്യത്തെ വിമാന സർവീസുകൾ സാധാരണ നിലയിലായതിനെ തുടർന്നാണ് തീരുമാനം. അതേസമയം വിമാന സർവീസുകൾ താൽക്കാലികമായി കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ൽ നിന്ന് ടെർമിനൽ 4-ലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് എയർലൈൻസ് ഓർമ്മിപ്പിച്ചു. ഒമാനിൽ നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് വിമാന വിവരങ്ങളും ടെർമിനൽ വിവരങ്ങളും വീണ്ടും ഉറപ്പാക്കണമെന്നും ഒമാൻ എയർ ആവശ്യപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ മുന്നേറ്റവുമായി സൗദി അറേബ്യ. കമ്പനികളിലെ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിലും പൊതുജനങ്ങൾക്ക് AI ലഭ്യമാക്കുന്നതിലും ലോകത്ത് 4-ാം സ്ഥാനത്താണ് സൗദി. IMDയുടെ ഈ വർഷത്തെ വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് ഇയർ ബുക്കിലാണ് നേട്ടം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ ആഗോള സൂചികകളിലാണ് സൗദി നേട്ടം കൈവരിച്ചത്. സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതികളാണ് നേട്ടത്തിന് പിന്നിൽ. ബിസിനസ് സ്ഥാപനങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രാവർത്തികമാക്കുന്നതിൽ സൗദി ലോകത്ത് തന്നെ 4-ാം സ്ഥാനത്താണ്. പൊതുജനങ്ങൾക്ക് AI സാങ്കേതികവിദ്യ ലഭ്യമാക്കുന്നതിലും രാജ്യം ലോകത്ത് 4-ാമതെത്തിയിട്ടുണ്ട്. AI-ക്ക് പുറമെ ഇ-കോമേഴ്സ്, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിലും വലിയ മുന്നേറ്റം നടത്താനായി. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. AI മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങളും രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മീഡിയ 1, ജിദ്ദ.
ആഗോള മത്സരശേഷി പട്ടികയിൽ കുവൈത്തിന് മുന്നേറ്റം. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പുറത്തിറക്കിയ പട്ടികയിൽ 70 രാജ്യങ്ങളിൽ കുവൈത്ത് 31 സ്ഥാനത്തെത്തി. കഴിഞ്ഞ വർഷം 36 സ്ഥാനത്തായിരുന്നു. 100-ൽ 70.13 പോയിന്റാണ് കുവൈത്തിന് ഇത്തവണ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 68.69 ആയിരുന്നു. സാമ്പത്തിക പ്രകടനവും ബിസിനസ് കാര്യക്ഷമതയും മെച്ചപ്പെട്ടതാണ് നേട്ടത്തിന് കാരണമെന്ന് കുവൈത്ത് അഴിമതി വിരുദ്ധ അതോറിറ്റി അറിയിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 65-ാം വാർഷികം ആഘോഷിച്ചു കുവൈത്ത്. 1961 ജൂൺ 19-നാണ് ബ്രിട്ടനുമായുള്ള സംരക്ഷണ കരാർ അവസാനിപ്പിച്ച് കുവൈത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യ വാർഷികം രാജ്യത്തിന്റെ നേട്ടങ്ങളും ഐക്യവും അഭിമാനത്തോടെ ഓർക്കുന്ന ദിനമായി തുടരുകയാണ്. രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ 65-ാം വാർഷികമാണ് കുവൈത്ത് ആഘോഷിക്കുന്നത്. 1961 ജൂൺ 19-നാണ് ബ്രിട്ടനുമായുള്ള സംരക്ഷണ കരാർ അവസാനിപ്പിച്ച് കുവൈത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. അന്തരിച്ച അമീർ ഷെയ്ഖ് അബ്ദുള്ള സാലം അസബാഹിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. ഭരണഘടനാ അസംബ്ലി 9 മാസത്തിനുള്ളിൽ കരട് ഭരണഘടന തയ്യാറാക്കി. ഇതാണ് കുവൈത്തിന്റെ ഭരണഘടനാ പാർലമെന്ററി സംവിധാനത്തിന് അടിസ്ഥാനമായത്. 1963 ഐക്യരാഷ്ട്രസഭയിൽ 111-ാം അംഗരാജ്യമായി കുവൈത്ത് ചേർന്നു. അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് ജാബർ സബാഹിന്റെയും കിരീടാവകാശി ഷെയ്ഖ് സബാ ഖാലിദ് അഹമ്മദ് സബാഹിന്റെയും നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വികസന യാത്ര തുടരുകയാണ്. പ്രതിരോധ നയതന്ത്രത്തിലും സമാധാനപരമായ പരിഹാരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച വിദേശ നയമാണ് കുവൈത്ത് പിന്തുടരുന്നത്. ജൂൺ 19 ചരിത്രപരമായ സ്വാതന്ത്ര്യ ദിനമാണെങ്കിലും പൊതു ആഘോഷം ഫെബ്രുവരി 25 തീയതിയിലാണ് നടക്കുന്നത്. അമീർ ഷെയ്ഖ് അബ്ദുള്ള സാലം സബാഹിന്റെ സ്ഥാനാരോഹണ ദിനവുമായി ലയിപ്പിച്ച് 1964-ൽ പുറപ്പെടുവിച്ച അമീറി ഉത്തരവിലൂടെയാണ് ഈ മാറ്റം വന്നത്. പുരോഗതിയുടെയും സമൃദ്ധിയുടെയും യാത്ര തുടരുവാനുള്ള ദൃഢനിശ്ചയത്തിന്റെ ദിനമായാണ് ഈ വാർഷികം കണക്കാക്കുന്നത്. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദിയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പൊടിക്കാറ്റ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റോഡിലെ കാഴ്ച പരിധി കുറയുന്നതിനാൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കിഴക്കൻ പ്രവിശ്യയിൽ ഇന്ന് താപനില 46 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തി. സൗദിയിൽ ചൂട് കനക്കുന്നതിനിടെയാണ് പൊടിക്കാറ്റെത്തുന്നത്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ അതിർത്തികൾ ഉൾപ്പെടെ ഹായിൽ, തബൂക്ക്, അൽജൌഫ് എന്നീ പ്രവിശ്യകളിൽ ഇന്ന് പൊടിക്കാറ്റെത്തി. നെജിറാന്റെ ചില ഭാഗങ്ങളിലും മക്ക, മദീന, ജീസാൻ എന്നിവിടങ്ങളിലും പൊടിക്കാറ്റ് ശക്തമാവാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മക്ക, മദീന എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലും ജീസാനിലേക്ക് പോകുന്ന തീരദേശ പാതകളിലും പൊടിക്കാറ്റ് ശക്തമാവാൻ സാധ്യതയുണ്ട്. റോഡിലെ കാഴ്ചപരിധി 0-ലേക്ക് താഴുന്നതിനാൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പും സിവിൽ ഡിഫൻസ് നൽകി. സൗദിയിൽ ഇന്ന് താപനില 46 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തി. അൽഹസയിലാണ് ഏറ്റവും ഉയർന്ന താപനില. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിലുടനീളം വാരാന്ത്യത്തിൽ താപനില 45 ഡിഗ്രി വരെ ഉയരും. പകൽ സമയത്ത് ചൂടും ഈർപ്പവും കൂടുതലായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരപ്രദേശങ്ങളിലാണ് ഈർപ്പം കൂടുതൽ അനുഭവപ്പെടുക. ഇന്നും നാളെയും പരമാവധി താപനില 43 മുതൽ 45 ഡിഗ്രി വരെ ആയിരിക്കും. രാത്രി സമയങ്ങളിൽ 24 മുതൽ 32 ഡിഗ്രി വരെയാണ് പ്രതീക്ഷിക്കുന്ന താപനില. ഒമാനിൽ വേനൽക്കാലത്തിന്റെ തുടക്കം കുറിക്കുന്ന ഉത്തരായനാന്തത്തിന്റെ ഭാഗമായി ജൂൺ 21 ഞായറാഴ്ച ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടും. പകലിന് 13 മണിക്കൂർ 35 മിനിറ്റ് 33 സെക്കൻഡ് ദൈർഘ്യമുണ്ടായിരിക്കും. ഇതോടെ രാജ്യം ഔദ്യോഗികമായി വേനൽക്കാലത്തെ വരവേൽക്കും. ഒമാൻ സമയം ഉച്ചയ്ക്ക് 12:24 ഈ ജ്യോതിശാസ്ത്ര പ്രതിഭാസം സംഭവിക്കുക. ഏകദേശം 93 ദിവസവും 15 മണിക്കൂറും 40 മിനിറ്റും വേനൽക്കാലം നീണ്ടു നിൽക്കും. ഉത്തരായന രേഖയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് സൂര്യൻ കൃത്യം തലയ്ക്ക് മുകളിലെത്തുന്നതിനാൽ വസ്തുക്കളുടെ നിഴലുകൾ കാണാനാകില്ല. ദോഫാറിലെ ഖരീഫ് കാലത്തിന്റെ തുടക്കവും ജൂൺ 21 മുതലാണ്. വൈവിധ്യമാർന്ന പരിപാടികളോടെ ഒമാനിലെ സൗത്ത് ബാത്തിന സമ്മർ ഫെസ്റ്റിവൽ 21 തുടക്കമാകും. എക്സ്പീരിയൻസ് മൈ സമ്മർ ഇൻ സൗത്ത് ബാത്തിന 3ാമത് എഡിഷൻ ജൂലൈ 2 വരെ നീണ്ടു നിൽക്കും. യുവാക്കളെ ശാക്തീകരിക്കുന്നതിനും സ്കൂൾ അവധിക്കാലം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വിദ്യാഭ്യാസ, സാംസ്കാരിക, കായിക വിനോദ പരിപാടികളാണ് ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേക വർക്ക്ഷോപ്പുകൾ, പരിശീലന സെഷനുകൾ, പ്രായോഗിക പ്രവർത്തനങ്ങൾ എന്നിവയും നടക്കും. പഠനവും വിനോദവും വ്യക്തിഗത വളർച്ചയും സംയോജിപ്പിക്കുന്ന തരത്തിലാണ് പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. സൗദിയിൽ വിവിധ മത്സരങ്ങളും എന്റർടൈൻമെന്റുകളും ഒരു വേദിയിൽ അണിനിരത്തുന്ന മീഡിയ 1 സ്റ്റാർ ഷെഫിന്റെ 2ാം ദിവസത്തിന് റിയാദ് വേദിയായി. ദമാമിലെ സ്റ്റാർ ഷെഫ് ഇന്നലെയാണ് പൂർത്തിയായത്. മത്സരങ്ങൾക്ക് പുറമെ മുട്ടിപ്പാട്ടടക്കമുള്ള ആവേശകരമായ പരിപാടികളാണ് സ്റ്റാർ ഷെഫിന്റെ ഭാഗമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി റിയാദിൽ നിന്നും മിഷാൽ ചെറുപ്പുളശ്ശേരി ചേരുന്നു.
അങ്ങനെ സ്റ്റാർ ഷെഫിൻ്റെ 2ാം ദിവസമാണ് ഇന്നലെ ദമാമിലാണ് സ്റ്റാർ ഷെഫ് പൂർത്തിയായത്. വലിയ ജനകീയ പിന്തുണയോടെയായിരുന്നു ദമാമിലെ സ്റ്റാർ ഷെഫ് പൂർത്തിയാക്കിയത്. ഇന്ന് റിയാദിലെ മലസ് ലുലുവാണ് വേദി ഒരുക്കിയിട്ടുള്ളത് സ്റ്റാർ ഷെഫിനായിട്ടുള്ളത്. ഇന്നിവിടെ വിവിധ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 മത്സരങ്ങൾ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ റിയാദിലെ പ്രത്യേകത, ഇന്ന് കുറച്ചധികം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളോടുണ്ട്. മുട്ടിപ്പാട്ട് പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളോടുണ്ട്. അതിന് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമായിരിക്കും അത്തരം പരിപാടികളിലേക്ക് കടക്കുക. ഇപ്പോൾ ഇവിടെ സ്റ്റാർ ഷെഫ് മത്സരങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്. സ്റ്റാർ ഷെഫ് മത്സരങ്ങളിൽ പങ്കെടുത്ത മത്സരാർത്ഥികളാണ് അല്ലേ? കഴിഞ്ഞു. ടെൻഷൻ ഫ്രീ ആണ്. ഇപ്പോൾ ടെൻഷൻ ഫ്രീ ആണ്. വരെ ആ ഒരു ടെൻഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ ബേക്കറിലെ 1ാം സ്ഥാനം അല്ലേ? പേര് ജഫ്രീന ജഫ്ഷി, കണ്ണൂർ. മാഹി. അതെ. പിന്നെ ഇന്ന് എന്തായിരുന്നു നമ്മുടെ സ്പെഷ്യൽ? ഇന്ന് ഞാൻ നമ്മളെ മാഹി സ്പെഷ്യൽ ചിക്കൻ പില്ലോ ആണ് ആക്കിയിട്ടുള്ളത്. ചിക്കൻ പില്ലോ, കോയിത്തലയാണെന്ന് പറയും. ഒരു ഫുൾ ചിക്കണ്ണ ഒരു 3 ലെയർ ചപ്പാത്തി മാവിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു മത്സരത്തിൻ്റെ? നല്ല ടഫായിരുന്നു. കാരണം എല്ലാവരും നല്ല നല്ല വെറൈറ്റി ഡിഷസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര പേരുണ്ടായിരുന്നു ഇന്ന് മത്സരിക്കാൻ? നമ്മളൊരു 10-25 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്? ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. നമ്മുടെ ഷെഫ് പിള്ളക്ക് എന്താണ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? പ്രത്യേകിച്ച് അഭിപ്രായമില്ല. എങ്ങനെ ഉണ്ടാക്കിയെന്ന് അതൊക്കെ ചോദിച്ചു. നല്ല ഉണ്ട്. ഇന്നത്തെ ഡിഷ് അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സാധാരണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ചിക്കൻ ഇപ്പം മസാലയൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇത് ചിക്കൻ ആണെന്ന് ആരും അറിയത്തില്ല. കാരണം അത് ഫുൾ കവേർഡ് ആയിട്ടാണുള്ളത്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ അതോ? സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. കണ്ടുപിടിച്ചതാണ്? കണ്ടുപിടിച്ച എൻ്റെ ഒരു ആണ്ടിൻ്റെ റെസിപ്പിയാണ്. പേരെന്താണ്? ഷെഫാ റമീസ്. എന്താണ് ഞാൻ ഉണ്ടാക്കിയത്? ചെമ്മീനെ കൊണ്ട് ഡംപ്ലിങ്സ് ഉണ്ടാക്കിയത്. അത് ടെൻഡർ കോക്കിനെ വെച്ച് ഒരു പുതിയ വെറൈറ്റി ഇന്നോവേഷനെ പോലെ ചെയ്തതാണ്. ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തൊക്കെ പ്രിപ്പറേഷൻ ആയിരുന്നു ഇതിനു വേണ്ടിയിട്ട്, ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ തയ്യാറായിരുന്നു? ഷെഫ് പിള്ള സാറും അതുപോലെ രാജ് കലേഷ് സാറും ആയതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചിട്ട ഓരോരോ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ട ഓരോരോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു റെസിപ്പിയിൽ എന്താണ് ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുള്ളത് സാധാരണയിൽ കവിഞ്ഞ്? അത് ടെൻഡർ കോക്കനറ്റിൻ്റെ ഷെല്ലിൽ വെച്ച് വായിൽ വെച്ച് അത് ദമ്മും കൂടി ഇട്ട ഡംപ്ലിങ്സ് ദമ്മിട്ടിട്ട് ഒരു പുതിയൊരു വെറൈറ്റി. അപ്പോൾ ഇത്തവണ സ്റ്റാർ ഷെഫ് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഇത് നമ്മുടെ ഇന്ന് ഏകദേശം 2-3 പുരുഷ പ്രതിനിധികളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അല്ലേ സ്റ്റാർ ഷെഫിൽ? എന്താണ് പേര്? എൻ്റെ പേര് കാർത്തിക് നായർ. കാർത്തിക്. സ്ഥലം ട്രിവാൻഡ്രം. എന്തായിരുന്നു ഇന്നത്തെ എൻ്റെത് മലബാർ ബീഫ് ബിരിയാണിയായിരുന്നു. ദം ടൈപ്പാണ് ചെയ്തത്. ആബിദ റഷീദ് മാഡത്തിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തത്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണോ? അല്ല, ഞാനൊരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഭക്ഷണത്തോടുള്ള ഇഷ്ടം? ചെറുതിലെ മുതൽ ഭക്ഷണപ്രിയനായിരുന്നു. പിന്നെ കോളേജിലൊക്കെ പഠിച്ചത്, കോളേജൊക്കെ വന്നിട്ട് റെസിഡൻഷ്യൽ കോളേജായിരുന്നു. അവിടെ മെസ്സ് മോശമാകുമ്പോൾ സ്വന്തമായിട്ടുള്ള തട്ടുകൂട്ട് പരിപാടികളും തുടങ്ങിയതാണ്. പിന്നെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ പോയപ്പോഴും ഇവിടെ വന്നപ്പോഴൊക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ടത് വന്നു. പക്ഷേ ഐ ലവ് കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു പാഷൻ തന്നെയാണ്. അപ്പോൾ ഇത്തവണ 3 പേർക്കും വിജയാശംസകൾ. 3 പേർക്കും എനിക്ക് തോന്നുന്നു വലിയൊരു ടീം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കുക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു കമ്മ്യൂണിറ്റി തന്നെയാണ്. ഞങ്ങൾ കുറേ പേര് എല്ലാ കോമ്പറ്റീഷൻ ഉണ്ടാവും, നമ്മൾ കുറേ പേരുണ്ടാവും അല്ലേ? അപ്പോൾ എന്തായാലും വിജയാശംസകൾ. അപ്പം ഇനി ഏതാനും മണിക്കൂറുകൾക്കകം മറ്റു മത്സരങ്ങൾ, അതായത് വളരെ ആവേശകരമായിട്ടുള്ള തീറ്റ മത്സരം, ഈറ്റിംഗ് ടൈറ്റൻ അടക്കമുള്ള, അതോടൊപ്പം തന്നെ ദാന ദുർറ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്, അതിൻ്റെ കൂടെയാണ് മുട്ടിപ്പാട്ടടക്കമുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് ഇനി ഇവിടെ നടക്കാനിരിക്കുന്നത്. ഇന്ന് റിയാദിൽ സ്റ്റാർ ഷെഫ് അവസാനിച്ചതിന് ശേഷം നാളെ നാളെ ജിദ്ദയിലായിരിക്കും സ്റ്റാർ ഷെഫ് തുടരുക. നാളെയാണ് സ്റ്റാർ ഷെഫിൻ്റെ അവസാന ദിവസം. നാളെ 5:30 മത്സരങ്ങൾ ജിദ്ദയിൽ ആരംഭിക്കുക. അവർ തുടരുന്നു. സംസ്ഥാന ബജറ്റിൽ പ്രവാസികൾക്ക് സമ്മിശ്ര പ്രതികരണം. ബജറ്റ് പ്രവാസികൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് ഭരണപക്ഷ അനുകൂല പ്രവാസി സംഘടനകൾ പ്രതികരിച്ചപ്പോൾ ബജറ്റ് പ്രവാസികളെ പാടെ അവഗണിച്ചുവെന്ന് പ്രതിപക്ഷ കൂട്ടായ്മകൾ ആരോപിച്ചു. വി.ഡി. സതീശൻ അവതരിപ്പിച്ച പുതിയ ബജറ്റ് പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഇൻകാസ് UAE പ്രസിഡന്റ് സുനിൽ അസീസ് പറഞ്ഞു.
പ്രവാസികളെ നിക്ഷേപങ്ങളിലേക്ക് ആകർഷിക്കാനും അവരുടെ നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഈ ബജറ്റ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരണം ഈ ബജറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പ്രവാസ സമൂഹത്തിലുള്ള നിക്ഷേപകർക്ക് വളരെ ആകർഷകവും കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുവാനും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് സംരക്ഷണം നൽകുമെന്നുള്ളതും ബഡ്ജറ്റിലൂടെ ഉറപ്പായിരിക്കുകയാണ്. 3 പതിറ്റാണ്ടിനിടയിൽ പ്രവാസികളെ പരാമർശിക്കാതെ പോയ ആദ്യ സംസ്ഥാന ബജറ്റാണിതെന്ന് ഇടത് സാംസ്കാരിക പ്രവർത്തകൻ സഫറുള്ള പാലപ്പെട്ടി കുറ്റപ്പെടുത്തി. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ പുനരധിവാസത്തിനോ ഒന്നും തന്നെ ബജറ്റിൽ നീക്കിവെച്ചിട്ടില്ല. ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ പ്രവാസി ക്ഷേമ പദ്ധതികൾ തുടർന്നു പോകുമെന്ന സൂചനയും ബജറ്റിൽ നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രവാസികളെ തഴഞ്ഞുവെന്ന് INL പ്രവാസി സംഘടനയായ IMCC UAE സെൻട്രൽ കമ്മിറ്റി കുറ്റപ്പെടുത്തി. പ്രവാസി ചുമതലയുള്ള മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശനിൽ നിന്ന് പ്രവാസികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ബജറ്റ് നിരാശാജനകമാണെന്ന് IMCC പ്രസിഡന്റ് അഷ്റഫ് തജരക്കലും ജനറൽ സെക്രട്ടറി PM ഫാറൂഖും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. മീഡിയ 1. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് നിരാശാജനകമെന്ന് പ്രവാസി സംഘടനകൾ. പുതുയുഗ കേരളത്തിലും പ്രവാസികളോടുള്ള അവഗണന തുടരുന്നതായി പ്രവാസി വെൽഫെയർ സംസ്ഥാന കമ്മിറ്റി കുറ്റപ്പെടുത്തി. പ്രവാസി ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കൽ, പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് മടങ്ങിയെത്തുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജ് തുടങ്ങിയവയൊന്നും ബജറ്റിൽ പരിഗണനയ്ക്ക് വന്നിട്ടില്ലെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. പ്രവാസി ക്ഷേമനിധി, പ്രവാസി ഇൻഷുറൻസ്, നോർക്ക റൂട്ട്സ് തുടങ്ങിയ സംരംഭങ്ങൾക്ക് ബജറ്റിൽ പരിഗണന ലഭിച്ചിട്ടില്ലെന്ന് ഖത്തർ IMCCയും വിലയിരുത്തി. പൊതുറോഡിൽ ഓൾ ടെറൈൻ വെഹിക്കിൾ ഓടിച്ച കുവൈത്ത് പൗരൻ പിടിയിൽ. പൊതുറോഡുകളിലെ പരിശോധനയ്ക്കിടെയാണ് ട്രാഫിക് ഉദ്യോഗസ്ഥർ പ്രതിയെ കണ്ടെത്തിയത്. വാഹനം കണ്ടുകെട്ടി പ്രതിയെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്ക് റഫർ ചെയ്തു. ഇത്തരം ലംഘനങ്ങൾക്ക് 150 ദിനാർ പിഴയാണ് ചുമത്തുന്നത്. കേസ് കോടതിയിലെത്തിയാൽ പരമാവധി 3 വർഷം തടവും 1000 ദിനാർ പിഴയും ലഭിക്കാം. അശ്രദ്ധമായ ഡ്രൈവിംഗിനെതിരെ 24 മണിക്കൂറും പരിശോധന തുടരുമെന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. കുവൈറ്റിൽ 3 ചാരിറ്റബിൾ സൊസൈറ്റികൾ പിരിച്ചുവിട്ടു. ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സാമൂഹികകാര്യമന്ത്രി ഡോക്ടർ അംതാൽ അൽ ഹുബൈലയുടെ നടപടി. സംഭാവനകൾ ശരിയായ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് മന്ത്രി വ്യക്തമാക്കി. ലംഘനങ്ങൾ അനുവദിക്കില്ലെന്നും എല്ലാ ചാരിറ്റബിൾ സൊസൈറ്റികളും സുതാര്യത പാലിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ലാൻഡ് ഷിപ്മെന്റുകൾക്കായി കുവൈത്ത് കസ്റ്റംസ് ഇലക്ട്രോണിക് പ്രീ ക്ലിയറൻസ് സംവിധാനം ആരംഭിച്ചു. ചരക്കെത്തുന്നതിന് മുമ്പ് തന്നെ ഇറക്കുമതിക്കാർക്ക് രേഖകൾ സമർപ്പിക്കാൻ പുതിയ സംവിധാനം വഴി കഴിയും. അതിർത്തികളിൽ ട്രക്കുകളുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ചരക്ക് വേഗത്തിൽ പുറത്തിറക്കാനും ഇത് സഹായിക്കും. കസ്റ്റംസ് നടപടികൾ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനമെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് അറിയിച്ചു. ബോട്ട് ടോവിംഗ് നിയമലംഘനങ്ങൾക്കെതിരെ കുവൈത്ത് ഗതാഗത വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ടോവിംഗ് വാഹനങ്ങൾ മണിക്കൂറിൽ 80 കിലോമീറ്ററിൽ കൂടുതൽ വേഗത പാടില്ലെന്നും റോഡിന്റെ വലതുവശത്ത് തുടരണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഒരു വാഹനത്തിന് പിന്നിൽ ഒന്നിലധികം ബോട്ടുകൾ വലിച്ചിടുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ചട്ടം ലംഘിച്ചാൽ വാഹനവും ബോട്ടും 60 ദിവസത്തേക്ക് കണ്ടുകെട്ടുമെന്നും ഗതാഗത വകുപ്പ് അറിയിച്ചു. US-ലെയും കാനഡയിലെയും മലയാളി കൂട്ടായ്മകൾക്കായി വെളിച്ചം നോർത്ത് അമേരിക്കയും മീഡിയ 1 സ്പോർട്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരത്തിന് തുടക്കമായി. ലോകകപ്പിലെ ഓരോ മത്സരത്തിൻ്റെയും ഫലം കൃത്യമായി പ്രവചിക്കുന്നവർക്കായി വമ്പൻ സർപ്രൈസ് സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡെയിലി വിന്നേഴ്സിനും മികച്ച വ്യക്തിഗത പ്രകടനം നടത്തുന്നവർക്കും സമ്മാനമുണ്ട്. ഇതിനു പുറമെ വിവിധ കൂട്ടായ്മകൾ തമ്മിലുള്ള മത്സരാവേശം വർദ്ധിപ്പിക്കാൻ കമ്മ്യൂണിറ്റി തലത്തിലുള്ള ലീഡർ ബോർഡും മത്സരത്തിൻ്റെ ഭാഗമാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ വേൾഡ് കപ്പ് വെളിച്ചം .org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. പ്രഡിക്ഷൻ കോൺടെസ്റ്റ് പ്രശസ്ത ഫുട്ബോൾ താരം ജോപ്പോൾ അഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മീഡിയ 1 ന്യൂ മീഡിയ ഹെഡ് നിഷാദ് റാവുത്തർ മുഖ്യപ്രഭാഷണം നടത്തി. നന്മ പ്രസിഡന്റ് റിസ്വാൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വെളിച്ചം പ്രസിഡന്റ് സലീം ഇല്ലിക്കൽ നന്ദി രേഖപ്പെടുത്തി. ബോക്സിംഗ് രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച മലയാളി കോച്ച് C രാജേഷ് കുമാറിനെ കണ്ണൂർ SN കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ ദുബൈയിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്നിക് ദുബായിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ലെവൽ സർട്ടിഫൈഡ് USA ബോക്സിംഗ് കോച്ചായി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. യോഗത്തിൽ മുഹമ്മദ് അസാഹിദ് അധ്യക്ഷത വഹിച്ചു. മിസ്ബാൻ സുരാജ്, രാഖി രാധാകൃഷ്ണൻ, സരിത പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള.
വാർത്തകൾ തുടരുന്നു. ജിദ്ദയിൽ അക്ഷരം വായനവേദി, വായന എഴുത്ത്, സോഷ്യൽ മീഡിയ എന്ന തലക്കെട്ടിൽ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. സർഗാത്മക പ്രവർത്തനങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. എഴുത്തുകാരൻ മുസാഫിർ, റജിയ വീരാൻ, കെ.ടി. അബൂബക്കർ, സലാഹ് കാരാട് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവച്ചു. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന ഗൾഫ് മാധ്യമം മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് സാലിഹ് കോട്ടപ്പള്ളിക്ക് UAE-യിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ദുബായ് ഇന്ത്യൻ മീഡിയ ഫോറം യാത്രയയപ്പ് നൽകി. കോർഡിനേറ്റർമാരായ റോയ് റാഫേൽ, വനിതാ വിനോദ്, യാസിർ അറഫാത്ത് എന്നിവർ കൂട്ടായ്മയുടെ ഉപഹാരം കൈമാറി. MCA നാസർ, KM അബ്ബാസ്, എൽവിസ് ചുമ്മാർ, സഹൽ സി മുഹമ്മദ്, പ്രമദ് ബി കുട്ടി, ജസിദ, അനൂപ് കീച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. റാന്നി പ്രവാസി സംഘം കുവൈത്ത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അബ്ബാസിയയിലെ നയനം ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രദീപ് മണിമേലത്ത് വാർഷിക റിപ്പോർട്ടും ഫിലിപ്പ് വർഗീസ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. റോണി വർഗീസ് പ്രസിഡന്റായും ഷിജോ തോമസ് ജനറൽ സെക്രട്ടറിയായും ടോണി പോത്തൻ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ജില്ലാ NRI അസോസിയേഷൻ കുവൈത്ത് പുതിയ കേന്ദ്ര ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അബ്ബാസിയ സംസം ഹാളിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ സന്തോഷ് പുനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇല്യാസ് തോട്ടത്തിൽ പ്രസിഡന്റായും ശ്യാം പ്രസാദ് ജനറൽ സെക്രട്ടറിയായും MP അബ്ദുറഹ്മാൻ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഉബൈദ് ചക്കിട്ടകണ്ടി, തുളസീധരൻ തോട്ടക്കര, രാമചന്ദ്രൻ ഷൗക്കത്ത് എന്നിവർ സഹഭാരവാഹികളാണ്. റിയാദിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗാസന പരിപാടിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കൊല്ലം കൾച്ചറൽ അസോസിയേഷനും വൈദേഹി നൃത്ത വിദ്യാലയവും ചേർന്നായിരുന്നു പരിപാടി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം അടിസ്ഥാനമാക്കി വിഷയം അവതരിപ്പിച്ചു. ഷിഹാബ് കൊട്ടുകാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രശ്മി വിനോദ്, നിസാർ പള്ളിക്കാശ്ശേരി, ജയൻ കുടുങ്ങലൂർ എന്നിവർ സംസാരിച്ചു. ദോഹയിലെ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ ന്യൂ സലാത്തയിൽ ഒരുക്കിയ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. വിവിധ ഭാഷകളിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ഒരുക്കിയതായി സംഘാടകർ അറിയിച്ചു. കുട്ടികളിൽ പരിസ്ഥിതി ബോധവും ഉദാരതയും പ്രോത്സാഹിപ്പിക്കാൻ ഗ്രീൻ സ്വതക്ക പദ്ധതിയുമായി അജ്മാനിലെ വിദ്യാലയം അജ്മാൻ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളാണ് പുതുമയുള്ള ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി UAE, തായ്ലൻഡ്, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ 3000 വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കും. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇക്കോ മാച്ചറുമായി സഹകരിച്ചാണ് പദ്ധതി. ഒരു വിദ്യാർത്ഥി ഒരു മരം, ശാശ്വതമായ ദാനം എന്നതാണ് ക്യാമ്പയിന്റെ മുദ്രാവാക്യം.